നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. GST പരിഷ്കാരങ്ങളുടെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കണം. KN ബാലഗോപാൽ, തിരുവനന്തപുരം. GST കൗൺസിൽ യോഗങ്ങളിൽ ഉന്നയിച്ച കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതായി ധനമന്ത്രി KN ബാലഗോപാൽ. GST പരിഷ്കാരങ്ങളുടെ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാർബൺ ടാക്സ് ഉൾപ്പെടെയുള്ള പുതിയ നികുതികൾക്ക് രൂപം നൽകണമെന്നും ഇത് പരിസ്ഥിതി സൗഹൃദപരമായ സമീപനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ആരും പങ്കെടുക്കരുതെന്ന് പറയില്ല. കുമ്മനം രാജശേഖരൻ. കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ആരും പങ്കെടുക്കരുതെന്ന് താൻ പറയില്ലെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. സംഗമം ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മറ്റു മന്ത്രിമാരുടെയും നിലപാടുകൾ സംഗമത്തെക്കുറിച്ച് വ്യക്തമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ആചാരങ്ങളെ സംരക്ഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സംഗമം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സംഘാടക സമിതി സംഗമത്തെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടതുണ്ടെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുകയായിരുന്നു. ചേകന്നൂർ മൗലവി കേസ്, സൗമ്യ കേസ് അടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലി വാസുവായിരുന്നു. സംസ്ഥാനത്ത് ഒരാൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗബാധ. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 11ആയി. ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർക്ക് മറ്റ് അസുഖങ്ങളും ഉള്ളതിനാൽ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.